The Real FM 103.6. ശ്രദ്ധ. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളും അതേ തുടർന്നുള്ള മരണങ്ങളും തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ സ്കൂൾ കോളേജ് പഠനയാത്രകൾക്കുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസും ചർച്ചയാവുകയാണ്. പൊതുവെ അലങ്കാരങ്ങളും ആർഭാടങ്ങളും കൂടുതലുള്ള ബസ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് പ്രിയമെങ്കിലും അത് മോട്ടോർ വാഹന വകുപ്പിന്റെ മാനദണ്ഡങ്ങൾക്ക് നേർവിപരീതമാണ് എന്നത് വലിയ ആശങ്കയുയർത്തുന്നുണ്ട്. ഓരോ പഠനയാത്രയ്ക്ക് മുമ്പും പ്രത്യേക അനുമതി RTOയിൽ നിന്നും വാങ്ങണമെന്നാണ് ചട്ടം. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചോടുന്ന ബസ്സുകൾക്ക് ഓട്ടം കിട്ടാത്ത അവസ്ഥയുമുണ്ട്. സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിലും ഇത്തരം നിയമങ്ങൾ ബാധകമാണെങ്കിലും കുട്ടികളെ കുത്തിനിറച്ചോടുന്ന ബസ്സുകളും കുറവല്ല. ഈ വിഷയമാണ് ശ്രദ്ധയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം മോട്ടോർ വാഹന വകുപ്പ് കോഴിക്കോട് എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MK പ്രജീഷിന്റെ പ്രതികരണം. മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകളും ഫോണുകളും അതേമാതിരി ശബ്ദ സംവിധാനങ്ങളുമാണ് ഫിറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്തതിന് ശേഷം പല ഓണേഴ്സും ഈ വാഹനങ്ങളിൽ വളരെ വാട്ടേജ് കൂടിയ പ്രകാശം പരത്തുന്ന ലൈറ്റുകൾ, അതേമാതിരി തന്നെ വളരെയധികം സൗണ്ട് പുറത്തോട്ട് വിടുന്ന ടൈപ്പ് സ്പീക്കറുകൾ, സാധാരണ ഇലക്ട്രിക് ഹോൺ ഒഴിവാക്കി പല ശബ്ദത്തിൽ പ്രവർത്തിക്കുന്ന എയർ ഹോണുകൾ എല്ലാമാണ് പിടിപ്പിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു മൂല കാരണം എന്ന് പറഞ്ഞാൽ രൂപമാറ്റം വരുത്തിയ സാധനങ്ങൾ പിടിപ്പിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ കാരണം ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ ടൂർ പോകുന്ന ആൾക്കാർ ഇങ്ങനത്തെ വാഹനങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് മോട്ടോർ വാഹന വകുപ്പും അതേമാതിരി തന്നെ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കളും കൂടെ ചേർന്ന് ഈ കുട്ടികളെ കൂടുതൽ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ആൾട്രേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വാഹനങ്ങൾ ഹയർ ചെയ്യുന്നത് അവരെ നിരുത്സാഹപ്പെടുത്തണം. എന്നാൽ മാത്രമേ ഈ ഇങ്ങനത്തെ ആൾട്രേഷൻസ് ഉള്ളതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേമാതിരി വളരെയധികം വാട്ടേജ് കൂടിയ ലൈറ്റുകൾ, അതേമാതിരി തന്നെ കാഴ്ചശക്തി വരെ പോകുന്ന ലേസർ ലൈറ്റുകൾ, ഇതെല്ലാം തന്നെ വാഹനത്തിൽ പിടിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് വാഹനത്തിൽ ഉള്ള യാത്രക്കാർക്ക് മാത്രമല്ല എതിരെ വരുന്ന വ്യക്തികളുടെയും ശ്രദ്ധ തെറ്റുകയും അതേമാതിരി തന്നെ തീക്ഷ്ണത കൂടിയ ലൈറ്റ് ഉള്ളത് കൊണ്ട് റോഡ് കാണാൻ പറ്റാതെ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. സ്കൂൾ കോളേജ് പഠനയാത്രകൾക്ക് ഉപയോഗിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ യാത്രയ്ക്ക് മുമ്പേ RTOയിൽ നിന്നും ഫിറ്റ്നസും അനുമതിയും വാങ്ങേണ്ടതുണ്ട്. ലേസർ ലൈറ്റുകൾ, സ്മോക്ക്, ശബ്ദം കൂടിയ സൗണ്ട് ബോക്സ് എന്നിവയൊന്നും തന്നെ ഇത്തരം ബസ്സുകളിൽ ഉണ്ടാവരുതെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും ഈ നിയമങ്ങളൊന്നും പാലിക്കാത്ത യാത്രകളാണ് മിക്കതും. ഇതേക്കുറിച്ച് ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന കോർഡിനേറ്റർ M അനീഷ് കുമാർ ശ്രദ്ധയോട്. അതിപ്പോ നമ്മൾ ഓരോ തവണയും പെർമിഷൻ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന് പകരം ഒരു യൂണിഫോം സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഫിറ്റ്നസ് നമ്മൾ ഓൾറെഡി ഒരു വർഷത്തേക്ക് എടുക്കുന്നതല്ലേ, അതിന് പെർമിഷൻ മാത്രം ഓരോ തവണ എടുക്കണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെന്ന് പറയുന്നത് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ക്യാൻവാസിൽ എടുക്കണം. ടൂർ പാക്കേജ് എന്ന് പറയുന്നത് ഒരു കോളേജ് ടൂറോ സ്കൂൾ ടൂറോ മാത്രം കൊണ്ടുപോകുന്നതല്ല, അല്ലാതെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം പെർമിഷൻ തരാൻ. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുന്ന സമയത്ത് കുട്ടികൾ കൂടുതൽ സൗണ്ട് ഉള്ളത്, കൂടുതൽ ബാസ് ഉള്ളത്, കൂടുതൽ ലൈറ്റും അറേഞ്ച്മെന്റ്സും ഉള്ള വണ്ടികൾ കുട്ടികൾ നോക്കും. അവരെ തെറ്റ് പറയാൻ പറ്റില്ല. അവര് ഫെസിലിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് വണ്ടിയാണോ അതിന്റെ പുറകെ പോകും. പക്ഷെ റൂൾ എല്ലാവർക്കും കോമൺ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നൈറ്റ് ട്രാവൽ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഹ്യൂമൻ എറർ സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഒരാൾ വണ്ടി ഓടിക്കുകയാണ്, അയാൾക്ക് ഉറക്കം വരാം, അത് ഒരാളെയും തടയാൻ പറ്റില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റ് ട്രാവല് പൊതുവെ സജസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ഇന്ന് രാത്രി മൈസൂർ പോവാണ്, ഒരു നൈറ്റ് ട്രാവൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റേ നമ്മൾ കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. അപ്പോ ആ എക്സ്പെൻസ് കൂടും. ആ എക്സ്പെൻസ് കൂടിയാലും കുഴപ്പമില്ല, നൈറ്റ് ട്രാവൽ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ആഡംബരങ്ങളില്ലാത്ത പഠനയാത്രകൾ പൊതുവെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്വീകാര്യമല്ല എന്നതാണ് വിചിത്രമായ സത്യം. അപകട സാധ്യത കണക്കിലെടുത്ത് രാത്രിയാത്രയും നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം പഠനയാത്രകൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും പ്രായോഗിക തലത്തിൽ നടപ്പിലാകാതെ പോകുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് PG സാഗരൻ. പഠനയാത്ര എന്നുള്ളത് ഇപ്പൊ പലപ്പോഴും എന്റർടൈൻമെന്റിനുള്ള ഉപാധികൾ മാത്രമായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഹയർ സെക്കൻഡറി 10ാം ക്ലാസ്സിലൊക്കെ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികൾ വാഹനങ്ങൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ വേണമെങ്കിൽ അതിന്റെ എന്റർടൈൻമെന്റിനുള്ള
എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണം. അതിന് ലേസർ ലൈറ്റ് വേണം, വലിയ ശബ്ദഘോഷങ്ങൾ വേണം, ആഡംബരങ്ങൾ വേണം, ഫ്യൂമിംഗ് മെഷീനറി വേണം, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. ഇതിന് അനുസൃതമായ രീതിയിൽ ടൂറിസ്റ്റ് വാഹനങ്ങൾ ക്രമീകരിക്കുന്ന അതിന്റെ വാഹന ഉടമകളുടെ രീതിയാണ് ഇന്ന് കാണുന്നത്. പലപ്പോഴും ഈ RTO ഓഫീസുകളിൽ നിന്നൊക്കെ ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് മാറുകയും ഈ സംവിധാനങ്ങളൊക്കെ തന്നെ ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ടൂറിസ്റ്റ് ബസ്സിലേക്ക് കണക്ട് ചെയ്തു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് മാറ്റുകയും ചെയ്യുന്ന ഒരു സംവിധാനം കാണുന്നത്. പലപ്പോഴും ഈ ടൂറിസ്റ്റ് വണ്ടിയുടെ ഈ ക്രൈറ്റീരിയ തന്നെ മാറ്റേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പൊ ഫിറ്റ്നസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി അതിന് പെർമിറ്റ് അനുവദിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ രാത്രിയാത്ര നിരോധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ നിരോധനമാണോ, എപ്പോഴും നമ്മളത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിരോധനമാണോ അതോ വേണ്ടത്ര രീതിയിൽ അവധാനതയോടെയുള്ള ചില നിബന്ധനകളാണോ ഉചിതം എന്നുള്ളത്. രാത്രി യാത്ര നിരോധിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം വലിയ രീതിയിലുള്ള സമയനഷ്ടം ഉണ്ടാവുന്നുണ്ട്, പിന്നെ കാഴ്ച നഷ്ടം ഉണ്ടാവുന്നുണ്ട്, സ്വാഭാവികമായിട്ടും സാമ്പത്തിക ഭാരവും കൂടുന്നുണ്ട്. മറ്റത് രാത്രി കുറച്ചെങ്കിലും സഞ്ചരിക്കാമായിരുന്നെങ്കിൽ സൈറ്റുകളിൽ എത്തുകയും പകൽ കാഴ്ച കാണുകയും ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാമായിരുന്നു. എന്നാൽ ഇന്ന് പകൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ പല സ്ഥലങ്ങളിലും എത്തുന്നതിന് വളരെ വൈകുകയും പല കാഴ്ചകളും നഷ്ടമാവുകയും സ്വാഭാവികമായിട്ടും പകലൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ദിവസം പലപ്പോഴും കൂട്ടേണ്ടി വരികയും സാമ്പത്തിക ഭാരം കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇതിന് വേണമെങ്കിൽ ഡ്രൈവർമാരെ എങ്ങനെ ക്രമീകരിക്കണം എന്ന് ഒരു ആലോചന ഉണ്ടാവാവുന്നതാണ്. 2 ഡ്രൈവർ ഒരു വണ്ടിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു ഡ്രൈവർ കുറച്ചു സമയം വാഹനം ഓടിക്കുകയും പിന്നീട് അടുത്ത ആൾ വാഹനം ഓടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂളുകൾക്ക് ബസ്സുകൾ വാങ്ങുക എന്നതും അത് നടത്തിക്കൊണ്ടുപോകുന്നതും ഏറെ ചെലവും ബുദ്ധിമുട്ടുമുള്ള കാര്യമാണ്. നിയമങ്ങൾ കർശനമാക്കുന്നതോടൊപ്പം തന്നെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന സംബന്ധിച്ച് കൂടുതൽ ലളിതമായ നടപടിക്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വാകയാട് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ OM കൃഷ്ണകുമാർ. നമുക്കറിയാം, ബസ്സിന്റെ കാര്യത്തില് ഈ ടൂർ പോകുന്ന വിഷയത്തില് അപകടങ്ങൾ വരുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്ന നിയമ സംവിധാനവും അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരോ സന്ദർഭങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും അപകടം വരുമ്പോൾ ഈ സ്കൂളുകളിൽ മാനേജ്മെന്റ് കാശ് മുടക്കിയാണ് ബസ് വാങ്ങിക്കൊടുക്കുന്നത്. എന്നാൽ ഈ ബസ് കൊണ്ടുപോകുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ ദുഷ്കരമായ കാര്യമാണ്. സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നതിന് പുറമെ പ്രിൻസിപ്പളായാലും HM ആയാലും ഒക്കെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ പ്രകടമായി കാണുന്നത് കൊണ്ട് തന്നെയാണ് സർക്കാർ സ്കൂളിൽ, ചുരുക്കം ചില സ്കൂളുകൾ മാത്രമേ MLA-മാരൊക്കെ ബസ് അവരുടെ ആസ്തി വികസനം എന്ന് പറഞ്ഞ രീതിയിൽ വാങ്ങിക്കൊടുക്കുന്നുള്ളൂ. അത് കൊണ്ടുപോകാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ, അതിന്റെ ഫിറ്റ്നസ്, അതിന്റെ പെയിന്റിങ്, അങ്ങനെ ധാരാളം ചെലവുകൾ വരുന്ന ഒരു സംവിധാനമായതുകൊണ്ട് വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സംവിധാനമാണ് ബസിന്റെ കാര്യത്തിൽ പ്രകടമായിട്ടുള്ളത്. ഓരോരോ അപകടങ്ങൾ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ജാഗരവും. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ പരിശോധന അല്ലാത്ത സന്ദർഭങ്ങളിൽ പോലും നടത്തിയാൽ പല അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഇതൊരു തീയതി വെച്ച് ഇന്ന് RTIയുടെ പരിധിയിലുള്ള സ്കൂളുകളൊക്കെ ബസ്സുകൾ ഹാജരാക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളേറെയാണ്. അപ്പം നിലവിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടിന് പുറമെ ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദവും പോലും അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് സ്കൂൾ അധികൃതർ. അതായത് UP സ്കൂളായാലും LP സ്കൂളായാലും ഹയർ സെക്കൻഡറി ആയാലും ഒക്കെ അങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ആളുകളെ, കൂടുതൽ കുട്ടികളെ കയറ്റുക, അങ്ങനെ ടൂർ പോകുന്ന വിഷയങ്ങളിൽ ഇതിലെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കർശനമായ സംവിധാനം ഒഴിവാക്കി വളരെ ലളിതമായ രീതിയിൽ സ്കൂൾ അധികൃതർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്നുകൂടി അഭിപ്രായപ്പെടുകയാണ്. അപകടങ്ങൾ നടന്നു കഴിയുമ്പോഴാണ് നിയമ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ബോധ്യം പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. എന്നാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളുമൊക്കെ കാറ്റിൽ പറത്തിയുള്ള യാത്രകൾക്ക് ഒട്ടും കുറവുമില്ല. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനയാത്രകളുടെ കാര്യവും വിഭിന്നമല്ല. ഇത്തരം അശ്രദ്ധയും നിരുത്തരവാദിത്വപരമായ പ്രവൃത്തികളും കാരണമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മോട്ടോർ വാഹന വകുപ്പും ചേർന്നുള്ള സമിതികൾ ഉണ്ടാവേണ്ടതുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കാത്ത ഒരു യാത്രയും അനുവദിച്ചുകൂടാ എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.